യുക്രൈൻ സംഘർഷത്തിൽ സമാധാന നിർദ്ദേശവുമായി ബ്രിട്ടനും ഫ്രാൻസും യുക്രൈനുമായി ചർച്ച നടത്തി ട്രംപിന് സമാധാന പദ്ധതി സമർപ്പിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കി. യുക്രൈനിൽ സമാധാനം പുലരാൻ യൂറോപ്യൻ സഖ്യകക്ഷികൾ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിൽ സമാധാനം നിലനിർത്തേണ്ടത് യൂറോപ്പിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നും കെയർ സ്റ്റാമർ കൂട്ടിച്ചേർത്തു. യുക്രൈന് $287 കോടി വായ്പ പ്രഖ്യാപിച്ച് ബ്രിട്ടൻ. യുക്രൈനിലെ റഷ്യൻ ആസ്തികളിൽ നിന്ന് തുക തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയോടെയാണ് വായ്പ. യുക്രൈനിന്റെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുന്നതിനാണ് വായ്പ പ്രയോജനപ്പെടുന്നത്. പ്രതിരോധ ചെലവുകളിൽ കാര്യമായ വർധന വരുത്തുന്നതിനുള്ള തീരുമാനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടിരുന്നു. യുക്രൈന് സൈനിക സഹായം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് 2027ഓടെ 2.5% ചെലവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് യുക്രൈന് വായ്പ നൽകുന്നത്. യുക്രൈന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ബ്രിട്ടന്റെ ധനസഹായം പ്രയോജനപ്പെടുത്തേണ്ടത് എന്നാണ് വ്യവസ്ഥ. $287 കോടി വായ്പാ ധാരണ ഇന്നലെ ബ്രിട്ടനും യുക്രൈനും ഒപ്പുവെച്ചു. യുക്രൈനിലെ റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള വരുമാനം പ്രയോജനപ്പെടുത്തി തുക തിരിച്ചടയ്ക്കണമെന്നാണ് വ്യവസ്ഥ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി ഇന്നലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചർച്ചകൾ നടത്തിയിരുന്നു. സമാന ധാരണ ഫ്രാൻസുമായി തയ്യാറാക്കാനും യുക്രൈൻ ശ്രമം നടത്തുന്നുണ്ട്. USSR നിലനിന്നിരുന്ന കാലത്ത് യുക്രൈനിൽ ഉൾപ്പെടെ നിരവധി റഷ്യൻ ആസ്തികളുണ്ട്. ഇവയിൽ നിന്നുള്ള പലിശ ഉൾപ്പെടെയുള്ള വരുമാനം പ്രയോജനപ്പെടുത്തിയാണ് വായ്പ തിരിച്ചടയ്ക്കേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.